സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ 8th ചാപ്റ്റർ ആയിട്ടുള്ള ജോയിനിങ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. എൻ്റെ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ജോയിനിങ് ആംഗിൾസ്, അതായത് രണ്ട് ആംഗിളുകൾ ജോയിൻ ചെയ്തുണ്ടാകുമ്പോൾ ആംഗിളുകളുടെ അളവുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പേജ് നമ്പർ 125 ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in each picture below two angles are given. Calculate the third angle as a sum or difference. ഇതിനകത്ത് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. മൊത്തം എത്ര ആംഗിൾ ആണുള്ളത്? 1, 2, പിന്നെ ഈ വലിയൊരു ആംഗിൾ അല്ലേ. മൊത്തം 3 ആംഗിൾസ് ആണുള്ളത്. ഇവിടെ ആംഗിൾ DAB ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വലിയ ആംഗിളിൻ്റെ മെഷറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചെറിയ രണ്ട് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ BAC 60 ഡിഗ്രിയും ആംഗിൾ CAD 40 ഡിഗ്രിയും. അപ്പോൾ ആംഗിൾ DAB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 60 + 40 = 100 ഡിഗ്രി ആയിരിക്കും അല്ലേ ആംഗിൾ DAB എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിനകത്ത് ഫിഗറിൽ ആംഗിൾ DAB ഈക്വൽസ് എന്ത് ചെയ്താൽ മതി? DAB കണ്ടുപിടിക്കാൻ ആംഗിൾ BAC + ആംഗിൾ CAD = 60 + 30 = എത്രയാണ്? 90 ഡിഗ്രി. നെക്സ്റ്റ് ആംഗിൾ DAB ആണ് തന്നിരിക്കുന്നത്, DAC ആണ് തന്നിരിക്കുന്നത്. അതായത് ചെറിയൊരു ആംഗിളാണ്, ഏറ്റവും ചെറുതല്ല, കുറച്ചുകൂടി വലിയ ഒരു ആംഗിളാണ് തന്നിരിക്കുന്നത്. ചെറിയ ആംഗിളിൻ്റെ തന്നിട്ടുണ്ട്, ഏറ്റവും വലിയ ആംഗിളിൻ്റെ മെഷർ തന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ ആംഗിളിൻ്റെ മെഷർ 30 ഡിഗ്രി, വലിയ ആംഗിളിൻ്റെ 80 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ വലിയ ആംഗിളിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ DAC എന്നുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ 80 - 30 = 50 ഡിഗ്രി ആയിരിക്കും ആംഗിൾ DAC എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പേജ് നമ്പർ 126 പ്രോബ്ലമാണ്. ആംഗിൾ DAC ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആംഗിൾ DAC എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്. ഇവിടെ ചെറിയ ആംഗിൾ ഏതാണ്? 45 ഡിഗ്രി തന്നിട്ടുണ്ട്. വലിയ ആംഗിൾ ഇത് രണ്ടും കൂടെ ചേർന്ന ആംഗിൾ 120 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 120 - 45 = എത്രയാണ്? 75 ഡിഗ്രി. ഓക്കെ, അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ടു സൈഡ്സ്, രണ്ട് സൈഡ്സ്. ഇവിടെ ഇത് നമുക്കറിയാം, ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. വി ഹാവ് നോട്ട്സ് ദാറ്റ് സച്ച് ആൻ ആംഗിൾ മെഷേഴ്സ് 90 ഡിഗ്രി. നൗ എക്സ്റ്റെൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ എ ബിറ്റ് ടു ദി ലെഫ്റ്റ്. ഈ ലൈന് കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നൗ ദർ ഈസ് അനദർ ആംഗിൾ ഓൺ ലെഫ്റ്റ് ഓർ ഓഫ് ദി വെർട്ടിക്കൽ ലൈൻ ഓൾസോ. വാട്ട് ഈസ് ഇറ്റ്സ് മെഷർ? ഇതിൻ്റെ മെഷർ എത്ര തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. ഒരു ലൈനിന് വെർട്ടിക്കലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ദ ആംഗിൾ ഓഫ് ദ ലെഫ്റ്റ് ഈസ് ഓൾസോ 90 ഡിഗ്രി. നെക്സ്റ്റ് പേജ് നമ്പർ 127 ആംഗിൾസ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ 60 തന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഇത് 90 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ 60, 30, 90 ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒരു ലൈനിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ഒരു ലൈൻ വരച്ചിട്ട് അതിന് പെർപെൻഡിക്കുലറായിട്ട് വേറൊരു ലൈൻ വരച്ച് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എപ്പോഴും എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. നെക്സ്റ്റ് പേജ് നമ്പർ 128 ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ടാണ്. 60, 30, 90 ആംഗിൾസ്. അടുത്ത ആംഗിൾ എത്രയാണ്? ഇവിടെ 50 തന്നിട്ടുണ്ട്. ഇപ്പുറത്തെ ആംഗിൾ അപ്പോൾ എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. ഇത് എത്രയാണ് ആംഗിൾ? 130 ഡിഗ്രി. ഓക്കെ, ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ സ്ലാൻഡഡ് ലൈൻ? ഇമാജിൻ എ പെർപെൻഡിക്കുലർ ത്രൂ ദ പോയിന്റ് വേർ ദ ലൈൻസ് മീറ്റ്. ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്നിടത്ത് ഒരു പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം അത് 90 ഡിഗ്രി ആക്കുക രണ്ട് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 90, ഇപ്പുറത്ത് എത്രയായിരിക്കും വരുന്നത്? 15 നിന്ന് 90 - 50 കിട്ടുന്നത് എത്രയായിരിക്കും? 40 അല്ലേ.
90 + 40 അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 130 ഡിഗ്രി കിട്ടും. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 129 ഇൻ ദി പിക്ചേഴ്സ് ബിലോ 2 ആംഗിൾസ് ആർ മാർക്ക്ഡ് ആൻഡ് വൺ ഓഫ് ദം ഈസ് ഗിവൺ. ഫൈൻഡ് ദി അതർ. 2 ആംഗിൾസ് ഉണ്ട്, അതിൽ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്, അടുത്തത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലാൻഡേർഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ 90 ആയിട്ട് ഇതാവും. 90 മൈനസ് എത്രയാണ്? 100 മൈനസ് 90, ഇവിടെ 10 വരും അല്ലേ. പിന്നെ ഇത് 90 ആകുമ്പോഴത്തേക്ക് ഇവിടെ 90 വരും. ബാക്കി എത്രയാണ്? 80 ആയിരിക്കും വരുന്നത്. ഇതിൽ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൻ്റെ വേറൊരു ലൈൻ പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ്, 2 സൈഡിലായിട്ടുണ്ടാകുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഇതൊരു സെമി സർക്കിൾ അല്ലേ. സെമി സർക്കിളിൻ്റെ ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എത്രയായിരിക്കും? യെസ്, 140 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ഇപ്പുറത്തെ ആംഗിൾ എത്രയായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 80 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തുള്ള ആംഗിൾ ഏതായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. All of them show 2 lines meeting and each has 2 angles, one on the left and one on the right. In the first picture, both angles are 90 degree. In the second, the angle on the right less than 90 degree and the angle on the left is greater than 90 degree in the third picture. It is the other way round. In the second and third picture, the angle on one side is that much more than 90 degree as the angle on the other side is less than 90 degree. ഒരു സൈഡ് more than 90 degree ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് less than 90 degree ആയിരിക്കും. So the sum of the angles on either side is 90 plus 90 എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കറക്റ്റ് ആണല്ലോ. Thus we can write this as general principle. ഇതൊരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് ഇതെങ്ങനെ പറയാം? When 2 lines meet, the sum of the angles on either side is 180. അതായത് 2 ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി ആയിരിക്കും. When 2 lines meet, the sum of the angles on either side is 180 degree. The sum of the angles in a linear pair is 180 degree. ഇങ്ങനെയുള്ള ഇതിന് ജോഡിക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ലീനിയർ പെയർ എന്നാണ് പറയുന്നത്. ലീനിയർ പെയറിൻ്റെ ആംഗിൾസ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? അതിൻ്റെ സമ്മ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി താഴെ കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. 50 25 ആണ് തന്നിരിക്കുന്നത്. അടുത്ത ആംഗിൾ ACE ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 50 + 25 എത്രയാണ്? 75. അപ്പോൾ ഇപ്പുറത്തുള്ള ആംഗിൾ എത്രയായിരിക്കും? 105 ഡിഗ്രി ആയിരിക്കും. അതായത് 180 മൈനസ് 75 ദാറ്റ് ഈസ് ഈക്വൽസ് 105 ഡിഗ്രി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇൻ ദി പിക്ചർ ബിലോ ACE ഈക്വൽസ് ആംഗിൾ BCD. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഈച്ച്? ഇവിടെ നമുക്ക് മിഡിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 180 മൈനസ് 30 ഈക്വൽസ് 150 കിട്ടും. ആ 150യിൽ നിന്നും ഈക്വൽ ആയിട്ടാണ്, രണ്ടും തുല്യമാണ്. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 75. അപ്പോൾ ഒരു 2 സൈഡിലുള്ള ഓരോ ആംഗിളിൻ്റെയും മെഷേഴ്സ് എത്രയായിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ECA അതുപോലെ തന്നെ ആംഗിൾ DCB എത്രയായിരിക്കും? 75 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. വൺ ആംഗിൾ ഓഫ് എ ലീനിയർ പെയർ ഈസ് ട്വൈസ് ദി അതർ, ഹൗ മച്ച് ഈസ് ഇറ്റ്? അതായത് ഒരു ആംഗിൾ എന്ന് ലീനിയർ പെയറിലെ ഒരു ആംഗിള് മറ്റേ ആംഗിളിൻ്റെ ഇരട്ടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും എത്രയായിരിക്കും? ഒന്ന് 60യും മറ്റേത് 120യും ആയിരിക്കും അല്ലേ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. The angles in a linear pair are consecutive odd numbers. How much is each? അതായത് അടുത്തടുത്ത് വരുന്ന 2 ഓഡ് നമ്പേഴ്സ് ആണ് ആംഗിൾസ് ഇൻ ലീനിയർ പെയറിലെ ആംഗിൾസ് എങ്കിൽ
ഏതൊക്കെയായിരിക്കും ആംഗിൾ, അതും നിങ്ങൾ കണ്ടെത്തി എഴുതേണ്ടതാണ്. നെക്സ്റ്റ് പേജ് നമ്പർ 132 ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 105 ഡിഗ്രി. ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് അതിനെ വേറൊരു ലൈൻ കൊണ്ട് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. 105 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിളും എത്രയായിരിക്കും? ഈ ഓപ്പോസിറ്റ് സൈഡുള്ള ആംഗിളും 105 ആയിരിക്കും. 180 മൈനസ് 105 എത്രയായിരിക്കും? 75 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ, അതായത് ലീനിയർ പെയർ ആയിട്ട് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. ഇത് 75 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 75 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 ആംഗിൾസും നമുക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്നുകിൽ ലീനിയർ പെയറിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഫസ്റ്റ് 105 ദെൻ 75. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. ഇവിടെ 75 ആണെങ്കിൽ ഇവിടെയും 75 ആണ്. ഇവിടെ 105 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതും 105 ആണ്. ഓക്കെ, ഇവിടെ പേജ് നമ്പർ 132 4 ആംഗിൾസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സം പിക്ചേഴ്സ് ഷോയിങ് 2 ലൈൻസ് ക്രോസിംഗ് ഈച്ച് അതർ ആർ ഗിവൺ ബിലോ. വൺ ഓഫ് ദ 4 angles so formed is given. Calculate the other 3 and write them in the picture. ഓക്കെ, ബാക്കിയുള്ള കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനായിട്ടാണ്. ഇവിടെ തന്നിരുന്നത് 45 ഡിഗ്രി ആയിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 45 ഡിഗ്രി. ഇപ്പോഴത്തെ ലീനിയർ പെയർ ആയിട്ടുള്ളത് വരുമ്പോൾ 135 ഡിഗ്രിയാണ്. ആ 135ന് ഓപ്പോസിറ്റ് കിടക്കുന്നത് എത്രയായിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് തന്നിരുന്നത് 120 ആണ്. 120യുടെ ലീനിയർ പെയർ ആയിട്ട് വരുന്ന ഇപ്പുറത്ത് വരുമ്പോൾ എത്രയായിരിക്കും? 60 ഡിഗ്രിയാണ് വരുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. അതുകൊണ്ട് 120യുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ 120 ആണ്. 60യുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ 60 ഡിഗ്രി തന്നെയാണ്. ഇവിടെ 90 ആണ്. ഇവിടെയും 90 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയും 90 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ സ്റ്റുഡൻസ്? നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് പേജ് നമ്പർ 133 നിയർ ആൻഡ് ഓപ്പോസിറ്റ്. ദ പിക്ചർ ഷോസ് the 4 angles made by the line CD crossing the line AB. CD എന്ന് പറയുന്ന ലൈനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് AB പോകുന്നത് അല്ലേ? We can pair these 4 angles in various ways. Of these 4 are linear pairs. Which are they? 4 ലീനിയർ പേഴ്സ് ഉണ്ടാക്കാം. എങ്ങനെയാണ്? ആംഗിൾ APC ഈക്വൽസ് ആംഗിൾ BPC. ആംഗിൾ APCയും ആംഗിൾ BPCയും ലീനിയർ പെയർ ആണ്. പിന്നീടോ ആംഗിൾ APDയും ആംഗിൾ BPDയും ലീനിയർ പെയർ ആണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാം? ആംഗിൾ CPBയും ആംഗിൾ BPDയും ലീനിയർ പെയർ ആണ്. ആംഗിൾ CPAയും ആംഗിൾ APDയും ലീനിയർ പെയർ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്? ആദ്യം ഈ ലൈൻ ഇതാക്കിക്കൊണ്ട് ഈ 2 ആംഗിൾസും ചേർന്ന് ലീനിയർ പെയറായി. പിന്നെ ഇതേ ലൈനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ഈ 2 ആംഗിൾസും ലീനിയർ പെയറായി. പിന്നെ നെക്സ്റ്റ് വന്നത് എന്താണ്? ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടുകൊണ്ട് ഈ 2 ആംഗിൾസും ലീനിയർ പെയറായി. വീണ്ടും ഈ ആംഗിളിനെ, അതായത് ഈ ലൈനെ CD എന്നുള്ള ലൈനെ ഇതാക്കിക്കൊണ്ട് ആംഗിൾ CPBയും ആംഗിൾ BPDയും വന്നു. ഓക്കെ, ഇങ്ങനെയാണ് 4 ലീനിയർ പെയർസ് ഉണ്ടാക്കിയത്. ഓക്കെ, ബാക്കി ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ഹോംവർക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഫോംഡ് ബൈ 2 ലൈൻസ് ക്രോസിംഗ് ഈച്ച് അതർ ആർ ഈക്വൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ? അതായത് 2 ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓഫ് ദി 4 ആംഗിൾസ് ഫോംഡ് ബൈ 2 ലൈൻസ് ക്രോസിംഗ് ഈച്ച് അതർ ദ സം ഓഫ് ദ നിയർ ബൈ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. ഒരു ലൈൻ ക്രോസ് ചെയ്ത് 4 ആംഗിൾസ് ഉണ്ടാകുമ്പോൾ അതിനെ അടുത്തടുത്ത ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പിന്നെ എന്താണുള്ളത്? ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. പിന്നെ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.